ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കുന്നത് ചേന ഉപയോഗിച്ചുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1/4 കിലോ ചേന ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ചേന വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇനി ചേന വെന്തോന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നന്നായി ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അധികം വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. പാത്രത്തിൽ വെച്ച് ഗ്ലാസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്താലും മതി. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏത് ഓയിലാണോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി മസാലപ്പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ. വെള്ളം മാറ്റി വെക്കാം. ഇനി മഞ്ഞ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചേനയുടെ കൂട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. മല്ലിയില കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ചേന മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അടുത്തതായി ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. ഇനി ചേന മസാലയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കണം. കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇതേ ഷേപ്പിലാണ്, നീളത്തിൽ ഇങ്ങനെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കണം. നന്നായിട്ട് എല്ലാ സൈഡിലും മുട്ടയുടെ മിക്സ് ആവുന്ന രീതിയിൽ വേണ്ടിട്ടോ മുക്കിയെടുക്കാനായിട്ട്. എന്നാലാണ് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്യുമ്പോൾ എല്ലായിടത്തും പിടിക്കുള്ളൂ. ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് വെക്കാം. ഇപ്പം എല്ലാം ചെയ്തിട്ടുണ്ട്. മീഡിയം ഹീറ്റായ ഓയിൽ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ എല്ലാ സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഒരുപോലെ എല്ലാ സൈഡും നല്ല ക്രിസ്പിയായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതാ എല്ലാം ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.